പ്രധാനമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് കൊടുക്കേണ്ടതാണ്. ഗ്യാസ് 3 വർഷമായിട്ട് സബ്സിഡി ഇല്ല. 560 രൂപയ്ക്ക് ഗ്യാസ് കിട്ടിയിരുന്നതാണ്. ഇപ്പോൾ 1050 രൂപയാണ് ഗ്യാസിന്. ഇതൊന്നും ജനങ്ങൾക്ക് പോലെ വിശ്വാസം കൊണ്ട് അവരുടെ വയറൊന്നും അറിയില്ല. പെട്രോള് കിട്ടിയിട്ടില്ലല്ലോ. ഇന്ത്യയുടെ താടി മാത്രമേ വളർന്നിട്ടുള്ളൂ, പ്രധാനമന്ത്രിയുടെ താടി മാത്രമേ വളർന്നിട്ടുള്ളൂ കാരണം ഇന്ത്യയിൽ. ഇതിപ്പോൾ അയാൾ തന്നെ ചോദിക്കേണ്ടി വരും. അയാൾ എന്തൊക്കെ വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്? 15 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞിട്ടില്ലേ? നിങ്ങൾക്ക് കിട്ടിയാ? എനിക്ക് കിട്ടിയിട്ടില്ല. 15 ലക്ഷം രൂപ പോയിട്ട് 15 രൂപ കിട്ടിയിട്ടില്ല. വില കുറയ്ക്കാമെന്ന് അവർ പറയുന്നല്ലേ ഉള്ളൂ, കുറയ്ക്കണം എന്നില്ലല്ലോ. അവർക്ക് ഇലക്ഷൻ ജയിച്ചാൽ മതി. ഇനിയിപ്പോൾ ഈ ഇലക്ഷൻ വരുന്നുണ്ട്. ഈ ഇലക്ഷനിൽ ജയിക്കാനായിട്ടുള്ള ട്രിക്ക് അവർ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. രാമക്ഷേത്രം വന്നില്ലേ? അത് കിട്ടിയിട്ടില്ല. സുരേന്ദ്രൻ്റെ നാട്ടിൽ കിട്ടുന്നുണ്ടാവും 50 രൂപയ്ക്ക്. നമ്മുടെ തൃശ്ശൂരൊന്നും കിട്ടുന്നില്ലേ. പിന്നെ കിട്ടുന്നതിന് ഒരു 1/2 ലിറ്ററൊക്കെ കിട്ടുന്നുണ്ടാവുള്ളൂ. ഇപ്പോഴും പറ്റിച്ചുകൊണ്ടിരിക്കില്ല. ഇപ്പം നോക്കിയാൽ ഇലക്ഷൻ വന്നപ്പോൾ 29 രൂപയ്ക്കായിരിക്കും. ഇത് ഞാൻ ആദ്യമായിട്ട് ഇത്ര നാളായിട്ട്, അതും നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ മാത്രം. പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുക വോട്ടിൻ്റെ കാര്യത്തിന് മാത്രമായിട്ട് ചെയ്യണ ഒരു കാര്യമല്ലേ. അതിൽ പ്രത്യേകിച്ച് അവരുടെ തൊഴിൽ അതാണ്, ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുക്കുക. 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടിയില്ല എന്നല്ല ഞങ്ങളെ ചോദിക്കല് ചെയ്താൽ. എന്നിട്ട് കേസ് എന്ന് വെച്ചാൽ വില കൂടുമ്പോൾ കൂടും, കുറയുമ്പോൾ കുറയുമെന്ന് പറഞ്ഞു. വില കൂടുതലുണ്ടായുള്ളൂ. നിങ്ങൾ പറഞ്ഞ കാര്യം എന്താ? വില കൂടുമ്പോൾ കൂടും, കുറയുമ്പോൾ കുറയും. ഇപ്പോൾ വില കുറഞ്ഞു. $128 ഉണ്ടായിരുന്ന വിലകളും ഇരട്ടി വില ഇപ്പോൾ. ഇപ്പോൾ 10 വർഷമായില്ലേ മോദി ഭരിക്കുന്നു. എന്നിട്ടുണ്ടായി ഇവിടെ 55 രൂപ ഉണ്ടായിരുന്ന പെട്രോൾ ഇപ്പോൾ 190 രൂപയായില്ലേ. ശരിക്കും പറ്റിച്ച തന്നെയാണ്, പറഞ്ഞു പറ്റിച്ച തന്നെയാണ്. ഇവർ ഈ ഇലക്ഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാത്രമുള്ള ഇങ്ങനത്തെ ഓരോ ഓഫറുകൾ വയ്ക്കുക. ഇതിന് നല്ല ഓഫറുകൾ കടകളിൽ തരുന്നുണ്ട് നമുക്ക്. അങ്ങനെ പറഞ്ഞു വരിക്കാൻ പാടില്ല. പരിശോധന 50 രൂപയ്ക്ക് പെട്രോള് 15 ലക്ഷം ബാങ്കിൽ പല വാഗ്ദാനങ്ങളും കിട്ടിയിട്ടുണ്ട്. ഒന്നും ഇതുവരെയ്ക്ക് നടപ്പാക്കിയിട്ടില്ല. അത് കിട്ടൂല. ആളെ ഏറ്റവും നല്ല നടനായിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ജനങ്ങളുടെ മുന്നിൽ പൊടിയിടുക, കണ്ണിൽ പൊടിയിട്ടിട്ട് ജീവിക്കുന്ന ആള്. പറഞ്ഞു പറ്റിയ ആൾക്ക് ജനങ്ങൾ മനസ്സിലാക്കണം. അവർക്ക് വോട്ടില്ല. 50 രൂപയ്ക്ക് പെട്രോൾ ഈ കാലത്ത് കിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊക്കെ വോട്ട് പിടിക്കാനുള്ളൊരു തന്ത്രമാണ്. എന്ത് പറയാനാ, അവർ ഇലക്ഷൻ വരുമ്പോൾ ഒരു 10 രൂപ കുറയ്ക്കും, പിന്നെ ആവശ്യം പോലെ കൂട്ടും. അത് തന്നെ, നമുക്കിനി ഒരിക്കലും റേറ്റിന് കിട്ടാനൊന്നും പോണില്ല. അവർക്ക് പെട്രോൾ തരാമെന്ന് പറഞ്ഞൊന്നും എനിക്ക് അറിയില്ല. തരാൻ പറ്റും എന്ന് പറഞ്ഞിരുന്നു, അത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ തരാമെന്ന് പറഞ്ഞിട്ടില്ല. 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടിയില്ല എന്നല്ല ഞങ്ങളെ ചോദിക്കല് ചെയ്താൽ. എന്നിട്ട് കേസ് എന്ന് വെച്ചാൽ വില കൂടുമ്പോൾ കൂടും, കുറയുമ്പോൾ കുറയുമെന്ന് പറഞ്ഞു. വില കൂടുതലുണ്ടായുള്ളൂ. അതിന് കേരള സർക്കാർ 2 രൂപ സെസ് കൂടിയും കൂട്ടി പെൻഷൻ കൊടുക്കാൻ. ഒരു പെൻഷൻ കൊടുത്തു. എല്ലാവരും ചതിക്കുക. നമ്മൾ ശരിക്കും പറഞ്ഞാൽ മതി എന്നുള്ള നാൾ പറഞ്ഞില്ലേ, കരുവന്നൂർ ബാങ്കിൽ നിന്ന് കിട്ടാത്ത ആൾ ചെയ്തമാതിരി എല്ലാ വർഷക്കാരും മതിയുള്ള പരിപാടിയിൽ നടക്കണം. അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയാലോ എന്ന് ആലോചിക്കുന്നത്. 50 രൂപയ്ക്ക് തരേണ്ട കാര്യം ഒന്ന്. രണ്ടാമത് വില കൂടുമ്പോൾ കൂടും, കുറയുമ്പോൾ കുറയും, കുറയുമ്പോൾ കുറച്ചുവോ? അതല്ല ആദ്യം ചോദിക്കണ്ടേ. നിങ്ങൾ പറഞ്ഞ കാര്യം എന്താ? വില കൂടുമ്പോൾ കൂടും, കുറയുമ്പോൾ കുറയും. ഇപ്പോൾ വില കുറഞ്ഞോ? $128 ഉണ്ടായിരുന്ന വിലകളും ഇരട്ടി വില ഇപ്പോൾ. അപ്പോൾ അത് 50 വിട്ടോളോ. നിങ്ങളൊരു കാര്യം പറ, പറ്റിച്ചു എന്നുള്ള ഉറപ്പല്ല. ചേട്ടനൊരു സാധനം തരാമെന്ന് പറഞ്ഞ് തന്നില്ല, അത് പറ്റിക്കില്ലല്ലേ. ചെയ്യാൻ പാടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പാടില്ല. എല്ലാ രാഷ്ട്രീയക്കാർ തന്നെയല്ലേ ചെയ്യണേ. ഇവിടെ കേരള സർക്കാർ പറഞ്ഞു ഉറപ്പായിട്ടും എല്ലാം ചെയ്തു തരും. എന്നിട്ട് എന്തുറപ്പ്? ഈ ഡീസലിന് ഞങ്ങളുടെ അതിന് കാശ് മേടിച്ചിട്ടാണോ പെൻഷൻ കൊടുക്കാൻ? ഇവർ ഗവൺമെൻറ് ജീവനക്കാർ ശമ്പളം കുറയ്ക്കട്ടെ ആണെന്നുണ്ടെങ്കിൽ. എന്നിട്ട് ഇവിടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തട്ടെ. അല്ലാണ്ട് അവരെ പ്രീതിപ്പെടുത്തിയിട്ട് ഞങ്ങളുടെ ഡീസലും 2 രൂപയും കൂട്ടിയിട്ട് കൈയടിക്കില്ല വേണ്ടേ. ഒരു പെൻഷൻ ഈ ശമ്പളം കുറയ്ക്കട്ടെ. എന്തിനാ 60,000 50,000 ശമ്പളം? 1500 പെൻഷൻ കിട്ടണോ അവിടെ ജീവിക്കുന്നില്ലേ? പിന്നെ 40,000 എന്തിനാ പെൻഷൻ? അപ്പോൾ അവരെ നിന്നൊക്കെ കാശ് മേടിച്ചിട്ട് ഇവിടെ പാവങ്ങൾക്ക് കൊടുക്കട്ടെ. അത് വേണ്ടേ. അല്ലാണ്ട് 3.5 ലക്ഷം പേർക്ക് വേണ്ടിയിട്ട് 3.5 കോടി ജനങ്ങളെ ചതിക്കില്ല വേണ്ടേ. ഇത്രയേ പറയുള്ളൂ. ആർക്കാ കിട്ടിയതായിട്ട് അറിവില്ല. ആർക്കെങ്കിലും കിട്ടിയതായിട്ട് എൻ്റെ അറിവില്ല. എനിക്ക് കിട്ടിയിട്ടില്ല. ഇതിപ്പോൾ അയാൾ തന്നെ ചോദിക്കേണ്ടി വരും. അയാൾ എന്തൊക്കെ വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്? 15 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞിട്ടില്ലേ? നിങ്ങൾക്ക് കിട്ടിയാ? എനിക്ക് കിട്ടിയിട്ടില്ല. 15 ലക്ഷം രൂപ പോയിട്ട് 15 രൂപ കിട്ടിയിട്ടില്ല. ഇതൊക്കെ അവർക്ക് ഇലക്ഷൻ ജയിക്കാനായിട്ടുള്ള ഓരോ ട്രിക്കുകളാണെന്ന് തോന്നുന്നത്. അല്ലാതെ ഇപ്പോൾ ഇതിൽ വേറെ ഒന്നുമില്ല. ഇലക്ഷൻ ജയിക്കാനായിട്ട് ഇലക്ഷൻ്റെ സമയമാകുമ്പോൾ കുറേ വാഗ്ദാനങ്ങൾ കൊടുക്കും. നടപ്പാക്കണമെന്നൊന്നുമില്ല. വില കുറയ്ക്കാമെന്ന് അവർ പറയുന്നല്ലേ ഉള്ളൂ, കുറയ്ക്കണം എന്നില്ലല്ലോ. അവർക്ക് ഇലക്ഷൻ ജയിച്ചാൽ മതി. അടുത്ത പ്രാവശ്യം ഭരണത്തിൽ വരണമെന്നുള്ളൂ. അതല്ലാതെ ഇവർക്ക് വില കുറയ്ക്കണം എന്നില്ല. ഇനിയിപ്പോൾ ഈ ഇലക്ഷൻ വരുന്നുണ്ട്. ഈ ഇലക്ഷനിൽ ജയിക്കാനായിട്ടുള്ള ട്രിക്ക് അവർ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. രാമക്ഷേത്രം വന്നില്ലേ? തീർച്ചയായിട്ടും ജയിക്കും അവർ. അല്ല, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഈ പോക്ക് ശരിയല്ല. കാരണം നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ്.
കാരണം ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ഇന്ത്യ ഒരു ഭരണഘടന ഉണ്ട്. ആ ഭരണഘടനയിൽ ജീവിക്കാൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് പറ്റാത്ത കാലഘട്ടത്തിലേക്ക് എത്തി. നമ്മുടെ കേരളം, തമിഴ്നാട്, കർണാടക ഈ അതിർത്തികൾ, ഈ സംസ്ഥാനങ്ങൾക്ക് ഇന്ന് സാമ്പത്തിക ഭദ്രത വളരെ കുറവാണ്. ഇന്ത്യൻ ഭരണഘടന പാർലമെൻറ്റിൽ പുതിയതായി പണിതു, അല്ലെങ്കിൽ അമ്പലം ഉണ്ടാക്കി. ഇതൊന്നും ജനങ്ങളുടെ കണ്ണിൽ പെടുന്ന കാര്യങ്ങളല്ല. ജനങ്ങളുടെ ദാരിദ്ര്യമാണ് ഇവിടെ. ഇന്ത്യ ഇന്ന് 130-ാം സ്ഥാനത്താണ് നടക്കുന്നത്. ശ്രീലങ്കയും പാകിസ്ഥാനൊക്കെ ഇന്ത്യക്ക് മുകളിലാണ്, ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലാണ്. അപ്പോൾ ഇന്ത്യയുടെ ഈ ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുത്വം അതേ കാലം മുന്നോട്ട് പോവില്ല, കിട്ടിയിട്ടില്ല ഒരിക്കലും. ഇല്ല, ഇപ്പം 96 രൂപ പെട്രോളിന് വില തരേണ്ടതാണ്. പക്ഷേ അവർ പിന്നോട്ടടിക്കുകയാണ് അതിൽ. അപ്പോൾ ഗ്യാസിന് സബ്സിഡി ഇല്ല, 3 വർഷമായിട്ട് ഗ്യാസിന് സബ്സിഡി ഇല്ല. മണ്ണെണ്ണ കിട്ടാണ്ട് ഇതെന്താണ്? മതം മാത്രം നോക്കി നിൽക്കുന്ന കുറേ ഹിന്ദുക്കളുണ്ട്. അതായത് വിശ്വാസം മാത്രം നോക്കി, അതുകൊണ്ട് കാര്യമില്ലല്ലോ. മനുഷ്യ വിശ്വാസം കൊണ്ട് വയറ് നിറയില്ല. പെട്രോള് കിട്ടിയിട്ടില്ലല്ലോ. ഇന്ത്യയുടെ താടി മാത്രമേ വളർന്നിട്ടുള്ളൂ, പ്രധാനമന്ത്രിയുടെ താടി മാത്രമേ വളർന്നിട്ടുള്ളൂ ഇന്ത്യയിൽ. കാരണം മറ്റൊന്നും ജനങ്ങൾക്ക് ഉണ്ടല്ലോ. ജനങ്ങൾ ആകെ ബുദ്ധിമുട്ടിലാണ്. എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കേണ്ടത് നികുതികൾ വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം എനിക്കുണ്ട്. പ്രധാനമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് കൊടുക്കേണ്ടതാണ്. ഗ്യാസ് 3 വർഷമായിട്ട് സബ്സിഡി ഇല്ല. 560 രൂപയ്ക്ക് ഗ്യാസ് കിട്ടിയിരുന്നതാണ്, ഇപ്പോൾ 1050 രൂപയാണ് ഗ്യാസിന്. ഇതൊന്നും ജനങ്ങൾക്ക് വല്ല വിശ്വാസം കൊണ്ട് ഒരാളുടെ വയറൊന്നും അറിയില്ല. ഇന്ത്യയുടെ സ്ഥിതി ഇതാണ് എനിക്ക് പറയാനുള്ളത്. പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുക വോട്ടിൻ്റെ കാര്യത്തിന് മാത്രമായിട്ട് ചെയ്യണ ഒരു കാര്യമല്ലേ. അതിൽ പ്രത്യേകിച്ച് അവരുടെ തൊഴിൽ അതാണ്. ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുക്കുക, അതിൽ കാര്യങ്ങൾ നടത്തുക, അത്ര തന്നെ. അതൊരിക്കലും ശരിയല്ലല്ലോ. ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിറവേറ്റാനല്ലേ തിരഞ്ഞെടുക്കണ ഗവൺമെൻറ് ചെയ്യേണ്ടത്. അല്ലാത്തോടത്തോളം കാലം പിന്നെയും അങ്ങനെയല്ലേ. ഇപ്പോൾ അതിൻ്റെ പേരിലല്ലേ ഇപ്പോൾ ഇത് 2ാമത്തെ പ്രധാനമന്ത്രിയുടെ ഭാരത് അരിയൊക്കെ വന്നതാണിത്. ഒരു വട്ടം കിറ്റ് കിട്ടി, അതിൽ കുത്തി, ഇപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ കേരള ഗവൺമെൻറ്റിനുള്ളത് പ്രശ്നങ്ങളായി. വീണ്ടും ഇപ്പോൾ ഭാരത് അരി കൊടുക്കണു. കൊടുക്കേണ്ടതാണ് തീർച്ചയായിട്ടും. 50 രൂപയ്ക്ക് പെട്രോളോ? ഞങ്ങൾ ഇത്ര നാളായിട്ട് ഇവിടെ ഓട്ടോ ഓടിക്കുന്ന ആൾക്കാരാണ്, കിട്ടിയിട്ടില്ല. വാഗ്ദാനങ്ങൾ മാത്രം തള്ളുന്ന ആൾക്കാരോട് എന്ത് പറയാനാ? അവരുടെ തൊഴിലല്ലേ അത്. വാഗ്ദാനങ്ങൾ മാത്രം കൊടുക്കാൻ അവർക്ക് കഴിയുള്ളൂ, നിറവേറ്റാൻ കഴിയില്ലാത്ത ആൾക്കാരല്ലേ. അതുകൊണ്ടാണ് ഇങ്ങനെ ആൾക്കാർക്ക് കൂടുതൽ വാഗ്ദാനങ്ങൾ മാത്രമാക്കി കൊടുക്കുക. അപ്പോൾ അതിൽ വീണ് ജനങ്ങൾ വോട്ട് മാത്രം കിട്ടണമെന്നുള്ളൊരു ഇത് മാത്രമുള്ളവർക്ക്. ഇപ്പോൾ ഡീസലിന് 100 ചില്ലാനാണ് വരണ. പെട്രോളല്ല, നമ്മുടെ ഡീസൽ വണ്ടിയാണ്. പിന്നെ ഓടിക്കുന്നത് ഗ്യാസ് 56-50 പൈസ 1 കിലോന്. പിന്നെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇതേപോലെ ഈ ഇലക്ഷൻ വരുമ്പോൾ മാത്രം ഈ ഡീസലിനും പെട്രോളിനും പാചകവാതകത്തിനും വില കൂട്ടുന്നത് മോശമായ ഒരു ഇതാണ്. അതിലൊക്കെ പാവപ്പെട്ട ഓട്ടോറിക്ഷക്കാർ ഞങ്ങളാണ് ഇതാവണ. അത് കിട്ടിയിട്ടില്ല. സുരേന്ദ്രൻ്റെ നാട്ടിൽ കിട്ടുന്നുണ്ടാവും 50 രൂപയ്ക്ക്. നമ്മുടെ തൃശ്ശൂരൊന്നും കിട്ടണില്ലേ. പിന്നെ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു 1/2 ലിറ്ററൊക്കെ കിട്ടുന്നുണ്ടാവുള്ളൂ 50 രൂപയ്ക്ക് പെട്രോള്. ഞാൻ ഇപ്പോൾ വണ്ടി ഓടിച്ച് തുടങ്ങിയിട്ട് 25 വർഷമായിട്ടുണ്ട്. ഈ 25 വർഷത്തിൽ ഞാൻ ഓടിക്കുമ്പോൾ 21 രൂപ ഉണ്ടായിരുന്ന പെട്രോളാണ് ഇപ്പോൾ 100 ചില്ലാന രൂപ വില വന്ന് നോക്കണം. അങ്ങനെയൊക്കെ ഓരോ രാഷ്ട്രീയക്കാരുടെ ഓരോ ഇതിന് പാവപ്പെട്ട ഡ്രൈവർമാരെ കാര്യങ്ങൾ അവർക്ക് പിന്നല്ലാണ്ട് ഇപ്പോഴും പറ്റിച്ചുകൊണ്ടിരിക്കില്ല. ഇപ്പം നോക്കിയാൽ ഇലക്ഷൻ വന്നപ്പോൾ 29 രൂപയ്ക്കായിരിക്കും. ഇത് ഞാൻ ആദ്യമായിട്ട് ഇത്ര നാളായിട്ട്, അതും നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ മാത്രം. ഒക്കെ രാഷ്ട്രീയത്തിൻ്റെ ഇതിൽ ഇപ്പോൾ ഇത്രയും വലിയ പുത്തമ്പള്ളി വരെ പൊളിച്ചു പണിയാൻ പോകുന്നു. അതവരെയാന്ന് പറഞ്ഞു. മൊത്തം വർഗീയതയാണ് ഈ BJP സർക്കാർ ഉണ്ടാക്കണേ. ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുവരെ ഈ സാധനം കിട്ടിയില്ല കയ്യിൽ. ഞങ്ങളിപ്പോൾ 97 രൂപ 50 പൈസ കൊടുത്തിട്ട് ഇങ്ങനെ ഡീസൽ അടിക്കണം. ഒരു രക്ഷയില്ല. ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ തന്നെ ഞങ്ങൾ അനുഭവിച്ച് തീർക്കാന്നല്ലാണ്ട് ഈ പാവപ്പെട്ടവർക്ക് ഒരു ഗുണമില്ല. ശരിക്കും പറ്റിച്ച് തന്നെയാണ്, പറഞ്ഞു പറ്റിച്ച് തന്നെയാണ്. ഇവർ ഈ ഇലക്ഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാത്രമുള്ള ഇങ്ങനത്തെ ഓരോ ഓഫറുകൾ വയ്ക്കുക. ഇതിന് നല്ല ഓഫറുകൾ കടകളിൽ തരുന്നുണ്ട്. നമുക്ക് ഒരു ഷർട്ട് മേടിച്ച് ഷർട്ട് ഫ്രീ തരുന്നില്ലേ? അവർ പറഞ്ഞ വാക്ക് പാലിക്കുന്നുണ്ട്. സത്യമല്ല അത്. ഈ സർക്കാർ മാറി വന്നാലും അവർ ഈ ഇലക്ഷൻ ടൈമിൽ മാത്രം ഓരോന്ന് ഇങ്ങനെ ഓഫർ തരും. പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കുക എന്നല്ലാണ്ട് ഇതുവരെ എനിക്കൊരു നേട്ടം തോന്നിയിട്ടില്ല. എനിക്കങ്ങനെ തോന്നണില്ല. ഇതിക്ക് വലിയത് ഇപ്പോൾ 10 വർഷമായില്ലേ മോദി ഭരിക്കുന്നു. എന്നിട്ടുണ്ടായി ഇവിടെ 55 രൂപ ഉണ്ടായിരുന്ന പെട്രോൾ ഇപ്പോൾ 100 രൂപയായില്ലേ. പിന്നെ എന്തുട്ടാ 10 വർഷം കൊണ്ട് ഒരു ഗുണം ഉണ്ടായിട്ടില്ല. ഏത് സർക്കാരായാലും, ഇപ്പോൾ കേന്ദ്ര സർക്കാരായാലും കേരള സർക്കാരായാലും കണക്ക് തന്നെയാണ്. ഇല്ല, കിട്ടിയില്ല. 50 രൂപയ്ക്ക് പെട്രോൾ 15 ലക്ഷം ബാങ്കിൽ പല വാഗ്ദാനങ്ങളും കിട്ടിയിട്ടുണ്ട്. ഒന്നും ഇതുവരെയ്ക്ക് നടപ്പാക്കിയിട്ടില്ല. അത് കിട്ടൂല. ആളെ ഏറ്റവും നല്ല നടനായിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ജനങ്ങളുടെ മുന്നിൽ പൊടിയിടുക, കണ്ണിൽ പൊടിയിട്ടിട്ട് ജീവിക്കുന്ന ആൾ.
ഞങ്ങൾ കിടക്കണ കണ്ടില്ലേ? ഇപ്പം നിങ്ങൾ വന്നിട്ട് വല്ല വാടക പോയാ ഇവിടുന്ന്? ഒരു വാടക പോയിട്ടാ, ഒരു വാടക പോലും പോയിട്ടില്ല. ഇപ്പം ആളത് കിടന്നോ ഒരു ഉറക്കുറങ്ങിയിട്ട് എനിക്ക് ഇപ്പോൾ ആ അവസ്ഥയിലാണ് ഇപ്പോൾ ഓട്ടോറിക്ഷക്കാരുടെ ജീവിതം. പറഞ്ഞു പറ്റിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. ഇപ്പോൾ എന്തിട്ട് പറയാടാ, ഇവരോടൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ? അവിടെ ഡൽഹിയിൽ ഇരിക്കുന്നവരോട്, ഇവിടെ ആൾക്കാരോട് പറയാമെന്ന് മാത്രം, പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ലില്ല, തന്നിട്ടില്ല. ഇപ്പം 100 രൂപയും 97 രൂപ വില, ഡീസലിൻ്റെ വില 97 സംതിങ്, 100 സംതിങ് പെട്രോളിൻ്റെ വില പറഞ്ഞ് തരേണ്ടതാണ്. ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒരു ചെറിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വെച്ചിട്ടാവും കിട്ടാതിരിക്കണേ. അപ്പോൾ നമ്മളത് കണ്ടറിഞ്ഞ് മുന്നോട്ട് പോവുക. വാഗ്ദാനങ്ങൾ പാലിക്കാനുള്ളതാണ്. ഇപ്പോൾ ആരും മെയിനായിട്ട് വാഗ്ദാനങ്ങൾ ചില സാഹചര്യത്തിൽ ചിലപ്പോൾ പാലിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. അതായിരിക്കും തെറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ ജനങ്ങളല്ല എല്ലാവരും അധികാരത്തിൽ എത്തിച്ചേക്കണേ. അപ്പോൾ ജനങ്ങളല്ലേ തെറ്റുകാർ? ആളാണോ? അല്ലെ പിണറായി വിജയനും തെറ്റുകാരല്ല, മോദിയും തെറ്റുകാരനല്ല, ഉമ്മൻചാണ്ടി സാറും തെറ്റുകാരനല്ല, ജനങ്ങളാണ് തെറ്റുകാർ. ഓക്കെ, പിന്നെ വാക്ക് പാലിക്കാൻ അവർക്ക് ചിലപ്പോൾ അവരുടെ സാഹചര്യം അനുസരിച്ചായിരിക്കും. ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യം ചെറിയൊരു ആലപ്പുഴ ജില്ലയോ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയോ അല്ലല്ലോ ഇന്ത്യ മഹാരാജ്യം. ഈ 50 രൂപയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ കൊടുക്കേണ്ടി വരും. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും നമ്മുടെ രാജ്യത്തിന് ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അത് ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കല്ലായിരുന്നു, വോട്ട് ബാങ്കല്ലേ. അല്ലാണ്ട് എന്താ പറയുക, 50 രൂപയ്ക്ക് പെട്രോൾ ഡീസൽ ആര് തന്നു? പറച്ചിൽ മാത്രമേ ഉള്ളൂ, വേറെ കിട്ടിയിട്ടുണ്ടോ? അതിനുശേഷം കൂടുതലാണ്ട് കുറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. അങ്ങനെ പറഞ്ഞു വരിക്കാൻ പാടില്ല. പക്ഷെ പരിശോധന നിൽക്കണേ. എന്നത് ഓട്ടമില്ല, ഡീസലിൻ്റെ വില കുറഞ്ഞു, മൊത്തത്തിൽ വില കയറിയേക്കണു, നിത്യോപസാധനങ്ങൾക്ക് വില കയറിയേക്കണു, ജനങ്ങൾക്ക് ജീവിക്കാൻ മാറാൻ ലെവലായി. വാഗ്ദാനങ്ങൾ തന്ന് ജനങ്ങളെ പറ്റിക്കണം. 50 രൂപയ്ക്ക് പെട്രോൾ ഈ കാലത്ത് കിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊക്കെ വോട്ട് പിടിക്കാനുള്ളൊരു തന്ത്രമാണ്. അതേപോലെ നിത്യോപയോഗ സാധനങ്ങൾ എല്ലാത്തിനും വില കൂടി, ജനങ്ങളുടെ കയ്യിൽ കാശില്ല. ഒന്നാമത് ഈ നോട്ട് നിരോധനത്തിൽ ജനങ്ങളാകെ വലഞ്ഞു. പിന്നെ അതിൻ്റെ ഉള്ളിൽ കൊറോണ. ഈ രാഷ്ട്രീയക്കാർക്ക് കട്ടുപിടിക്കാൻ കുറേ ഞങ്ങളെപ്പോലുള്ള കുറേ പാവപ്പെട്ടവരുണ്ട്. അവർ പറഞ്ഞപ്പോൾ നമ്മൾ നിസാരം ഒരു സ്ഥലത്തേക്ക് ഒരു വണ്ടി പാർക്ക് ചെയ്യാൻ അവിടുത്തെ പറയുമ്പോൾ പോലീസ് വന്ന് പെറ്റിയടിക്കുന്നു. എല്ലാത്തിനും ഞങ്ങളെപ്പോലെ ഓട്ടോറിക്ഷക്കാരുടെ മെക്കെട്ട് കയറാൻ ആൾക്കാരുണ്ട്, പോലീസും എല്ലാതും. ഒരു നിയമത്തിൻ്റെ മുമ്പിലൊക്കെ ഞങ്ങൾ പൊട്ടയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ തൊഴിലാളി ഓട്ടോ തൊഴിലാളികളാണ്. പിന്നെ അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയണ കാര്യമല്ലേ, അത് പ്രത്യേകിച്ച് നമ്മൾക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. 50 രൂപയ്ക്ക് പെട്രോള്, അതേപോലെ നിത്യാവസ്ഥ സാധനങ്ങൾക്ക് മുഴുവൻ വില കൂടി, പച്ചക്കറി എല്ലാ സാധനങ്ങളും വില കൂടുതലല്ലേ. പെട്രോൾ ഡീസൽ എല്ലാം വില കൂടുതലാണ്. ഞങ്ങൾക്ക് നിസാരം ഈ 100 രൂപയ്ക്ക് ഡീസൽ അടിച്ചിട്ട് എത്ര രൂപയ്ക്ക് ഓടാൻ പറ്റും? ഈ കണ്ടമാനം ബ്ലോക്ക്, ഈ റോഡ് വികസനം ഇല്ല. റോഡ് വീതി ഉണ്ടെങ്കിലാണ് പിന്നെ ഈ ബ്ലോക്കില്ലാണ്ട് വണ്ടി പോകാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ പഴയ റോഡും വാഹനങ്ങൾ നിറഞ്ഞു. പറഞ്ഞു പറ്റിയ ആൾക്ക് ജനങ്ങൾ മനസ്സിലാക്കണം, അവർക്ക് വോട്ടില്ല. ജനങ്ങൾ പ്രതികരിക്കണതിന്, ജനങ്ങൾ പ്രതികരിക്കാണ്ടിരിക്കുമ്പോഴാണല്ലോ ഇനി പ്രതികരണം വരും ജനങ്ങളിൽ നിന്ന്. ഇപ്പം ഞാൻ പ്രതികരിച്ചു, അതുപോലെ ഓരോ വ്യക്തികളും പ്രതികരിക്കും. എന്ത് പറയാനാ, അവർ ഇലക്ഷൻ വരുമ്പോൾ ഒരു 10 രൂപ കുറയ്ക്കും, പിന്നെ ആവശ്യം പോലെ കൂട്ടും. അത് തന്നെ, നമുക്കിനി ഒരിക്കലും റേറ്റിന് കിട്ടാനൊന്നും പോകണില്ല. പറഞ്ഞു പറ്റിച്ച ആളോടൊന്നും പറയാനില്ല. കാരണം ഇനി അവർ അധികാരത്തിൽ വരാനാണ് പോണത്. ഇനി അധികാരത്തിൽ വന്നാലും ഇനി കൂട്ടിക്കൊണ്ടേയിരിക്കും, നമുക്കൊന്നും ചെയ്യില്ല. ഞങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം വരുമാനം കുറവ്, ജീവിത ചെലവ് കൂടുതൽ, അതുതന്നെയാണ് മെയിൻ എല്ലാവർക്കുള്ള പ്രശ്നം പോലെ തന്നെ. ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ തന്നെയാണ് മൊത്തത്തിലുള്ളത്. അവർക്ക് പെട്രോൾ തരാമെന്ന് പറഞ്ഞൊന്നും എനിക്കിത് അറിയില്ല. തരാൻ പറ്റും എന്ന് പറഞ്ഞിരുന്നു, അത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ തരാമെന്ന് പറഞ്ഞിട്ടില്ല, കിട്ടിയിട്ടില്ല. അത് കിട്ടുമെന്നോ കിട്ടില്ല എന്ന് അവർ തീരുമാനിക്കട്ടെ. ഇത്രയും കാര്യങ്ങളായിട്ട് ഇത്രയും നാളായിട്ട് ഇത്രയും വികസനം നടക്കണില്ലേ. ഈ ഗവൺമെൻറ് ഭരിച്ചിട്ട് വലിയ അഴിമതിയൊന്നും വന്നിട്ടില്ല ഇതുവരെ. ഒരു അഴിമതി ഉണ്ടായിട്ടില്ല കാലങ്ങളായിട്ട്. ഈ 10 വർഷമായി ഇപ്പോൾ ഒരു അഴിമതി ഉണ്ടായിട്ടില്ല, കൈയിട്ടുകാരിലും ഉണ്ടായിട്ടില്ല. അത്യാവശ്യം കാര്യങ്ങൾ വിലക്കയറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതിന് മാത്രമുള്ള വികസനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ വിലക്കയറ്റം മാത്രം പറഞ്ഞാൽ പോരാ. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പെട്രോൾ ദൂരത്തേക്ക് വില കുറഞ്ഞ് കിട്ടുന്നുണ്ട്. ഇവിടെ മാത്രമേ പെട്രോൾ വില കുറയാത്തുള്ളൂ. എന്തുകൊണ്ടാണ് വില കുറയാത്തത്? ഇവിടെ ടാക്സ് കുറയ്ക്കാൻ നിവൃത്തിയില്ല. അവരേക്ക് കൂടുതൽ ടാക്സ് എവിടെ എടുക്കണം? കേന്ദ്ര സർക്കാരിനൊക്കെ കൂടുതൽ ടാക്സ് എവിടെ എടുക്കണം? ഇവിടെ ടാക്സ് എടുക്കണത് എത്രയാണ്? സെസ്സിൻ്റെ പുറത്ത് സെസ്സായിട്ട് എത്ര എടുക്കുന്നുണ്ട്? 3 മാസം കൂടുമ്പോൾ 2000 കൊടുക്കുന്നുണ്ട്. ഇതൊന്നും അവർ ചെയ്യണ നല്ല കാര്യങ്ങളും പറയണ്ട. ഒരു ഗവൺമെൻറ് ചെയ്യുമ്പോൾ അത് പറയണം. അവർ ഒക്കെ ഇവിടുന്ന് കണ്ണടച്ചിരുന്നിട്ട് വടക്കോട്ട് നോക്കിയിരുന്നിട്ട് കുറ്റം പറയല്ലാണ്ട് ഇവിടെ എന്താ ഉണ്ടാക്കണമെന്നുള്ളതും കൂടി അറിയണം. മനസ്സിലായ? ഇവിടെ കേരളത്തിലാകെ 1ാം സ്ഥാനത്തല്ല നിൽക്കണേ. പണ്ട് അവിടെ മുന്നത്തെ സർക്കാർ അവിടെ കക്കൂസ് കൊടുക്കുന്ന നേരത്ത് ഇവിടെ കക്കൂസ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കളിയൊക്കെ ആയിരുന്നു. മനസ്സിലായ? ആ കക്കൂസിൻ്റെ വില അറിയണമെങ്കിൽ അവിടെ ചെന്ന് നോക്കണം. മനസ്സിലായ? വെറുതെ ജയിച്ചു പറഞ്ഞതല്ല. അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ
വ്യക്തമായിട്ടും മറ്റുള്ള താഴ്ന്ന വിഭാഗക്കാർക്കും പാവപ്പെട്ടവർക്കും കൊടുക്കണ കാരണം കൊണ്ടാണ് അവർ കാലാകാലങ്ങളായിട്ട് പിന്നെയും വീണ്ടും ജയിച്ചു പോരുന്നത്. ഇപ്പോഴും സീറ്റ് കുറയല്ല, കൂടുന്ന പറയണേ പോളുകൾ അല്ലേ? ആ, അല്ലാതെ പെട്രോള് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് 50 രൂപയ്ക്ക് 15 ലക്ഷം രൂപ ഓരോരുത്തരുടെ അക്കൗണ്ടിൽ വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യാൻ പറ്റും അതേപോലെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാണ്. ഓരോ വികസനങ്ങളും കാര്യങ്ങളും നടക്കുമ്പോൾ ഇത്രയും കാലമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കടബാധ്യതകൾക്ക് ഈ സർക്കാരിനെ വേണ്ടിയത് ഒരു അഴിമതി ഇവർക്ക് 10 കൊല്ലമായില്ലേ, ഇവരൊക്കെ കൂട്ടായി നിന്നിട്ട് ജയ് വിളിക്കുന്നുണ്ടല്ലോ. ഒരു അഴിമതിക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ഒരു അഴിമതി റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഇതുവരെ? പറ്റിയില്ലല്ലോ. വെറുതെ വടക്കോട്ട് നോക്കിയിട്ട് കുറ്റം പറയാമെന്ന് മാത്രമല്ലോ. ഇവിടെ ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കണതും ജാതി ഉണ്ടാക്കണതും ഇടതും വലതുമാണ്, അല്ലാണ്ട് BJP അല്ല. ഞാൻ BJP കാരനായിട്ട് പറയല്ല, അല്ലെങ്കിൽ RSS കാരനായിട്ട് പറയണതും അല്ല. ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. അതായത് എൻ്റെ ഓർമ്മയിൽ മുമ്പ് 50 രൂപയ്ക്ക് പെട്രോളും ഡീസൽ അടിച്ചിട്ടൊക്കെയാണ് ഓടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം മാത്രം അതില്ല എന്നുള്ളൂ. ഇപ്പോൾ വന്നിട്ട് 100 ചില്ലാൻ രൂപയോളം, 98-100 രൂപയോളം ഡീസലിനും പെട്രോളിനും 108 രൂപയോളം ആയിട്ടുണ്ട്. തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് പ്രാബല്യത്തിലെത്തിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. തരേണ്ടതാണ്, പക്ഷെ തന്നിട്ടില്ല. പറ്റിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി ഇല്ല. തരും എന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. പ്രതീക്ഷയാണ്, പക്ഷെ അത് ഇല്ല, കിട്ടിയിട്ടില്ല. ഓ, കിട്ടിയിട്ടൊന്നുമില്ല, കിട്ടിയിട്ടില്ല. ഇനി കിട്ടാനും പോണില്ല. ആരെ കൊടുക്കണം 50 രൂപ പെട്രോള് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, കിട്ടിയില്ല. ഒന്നും പറയാനില്ല. കിട്ടാതെ നമ്മളെന്ത് പറയാനാ? വാക്ക് പാലിക്കാന്ന് പറഞ്ഞാൽ മനുഷ്യനല്ലേ, വാക്ക് മാറും, വാക്ക് മാറാതിരിക്കും. അപ്പം അപ്പത്തെ സൗകര്യം അനുസരിച്ചല്ലേ പറയുന്നത്. നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. പിന്നെ പറഞ്ഞത് പിന്നെ നമ്മൾ കേട്ടു, അതിനൊന്നും നമുക്ക് മറുപടി ഒന്നും പറയാനില്ല തിരിച്ച്. അതിന് പറ്റിക്കാന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ പറഞ്ഞു പോയി, എന്താ ചെയ്യുക? പറഞ്ഞാൽ ചെയ്യണം, പറ്റിയിരുന്നേ, അതിൽ സംശയമൊന്നുമില്ല. എല്ലാവരും ഇവിടെ പറ്റിക്കല്ലേ, വോട്ടിന് വേണ്ടിയിട്ട് പറ്റിക്കാനാണ്. വോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉപകാരമില്ല ആരോടും, അത്ര തന്നെ ഉള്ളൂ.